നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എങ്ങനെയാ നിങ്ങളുടെ അവിടെയൊക്കെ നല്ല തണുപ്പുണ്ടോ? രാവിലെ ആയാൽ നമ്മൾ ഊട്ടിയിലാണോ എന്ന് പോലും തോന്നും. കേരളത്തിന്റെ പല ഭാഗത്തും തണുപ്പ് അതിശക്തമാണ്. എന്നാൽ തണുപ്പില്ലാത്തിടവും ഉണ്ട് കേട്ടോ. അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് ഒരിടത്തും മഴ സാധ്യത ഇല്ലെങ്കിൽ പോലും തണുപ്പിന് കുറവില്ല എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്. കേരളത്തിൽ തണുപ്പ് കൂടുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സമുദ്രതാപം വർദ്ധിപ്പിക്കുന്ന എന്നാൽ തന്നെ പകരം ലാനിന പ്രതിഭാസം ലോകമെങ്ങും അനുഭവപ്പെടുന്നതിനാൽ ഇത്തവണ ആഗോളതലത്തിൽ തണുപ്പേറിയ ക്രിസ്മസിനാണ് സാധ്യത എന്ന് ലോക കാലാവസ്ഥാ സംഘടന തന്നെ അറിയിക്കുന്നു. ഇതോടൊപ്പം സൈബീരിയയിൽ നിന്നുള്ള അതിശൈത്യം നിറഞ്ഞ കാറ്റ് ഹിമാലയവും കടന്ന് ഇപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കടക്കുന്നതായും ചില നിരീക്ഷകർ കണ്ടെത്തി. കർണാടകത്തിന്റെ പല ഭാഗത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ 7 ഡിഗ്രി വരെയായി താപനില കുറഞ്ഞ് ശൈത്യതരംഗം എത്തിയത് നിരീക്ഷകരെ അമ്പരപ്പിച്ചു. ആകാശം തെളിയുന്നതോടുകൂടി അടുത്തയാഴ്ചയും ജനുവരി മാസത്തിലും സംസ്ഥാനത്ത് കൂടുതൽ ശൈത്യം അനുഭവപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. മൂന്നാറിൽ അതിശൈത്യം ഏതാനും ദിനങ്ങളായി മലയോര മേഖലയിൽ കനത്ത തണുപ്പ് തുടരുകയാണ്. സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഇടുക്കിയിലെ മൂന്നാർ ഉൾപ്പെടെയുള്ള മലയോര മേഖലയിൽ താപനില 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിയിരുന്നു. വരും ദിവസങ്ങളിലും കാലാവസ്ഥ സമാനമായി തുടരാനും -, ഡിഗ്രിയിലേക്ക് എത്താനും സാധ്യതയുണ്ട്. മൂന്നാറിലെ തെന്മല, നല്ലതണ്ണി, നടയാർ, കന്നിമല തുടങ്ങിയ എസ്റ്റേറ്റ് മേഖലകളിലാണ് അതിശൈത്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. താപനില ഈ പ്രദേശങ്ങളിൽ 0 ഡിഗ്രിയിൽ എത്തിയപ്പോൾ മൂന്നാർ ടൗണിൽ പുലർച്ചെ രേഖപ്പെടുത്തിയത് 1.7 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ ജനവാസ മേഖലകളിലും എസ്റ്റേറ്റുകളുടെ ഉൾപ്രദേശങ്ങളിലും താപനില -, ഡിഗ്രിയിൽ എത്തിയതായാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം ശബരിമലയിൽ അനുകൂല കാലാവസ്ഥയാണ് പ്രവചിച്ചിരിക്കുന്നത്. പമ്പ, നിലയ്ക്കൽ, സന്നിധാനം എന്നിവിടങ്ങളിൽ 23 വരെ അനുകൂല കാലാവസ്ഥയാണ്. ഈ പ്രദേശങ്ങളിൽ ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. എന്നാൽ തണുപ്പുണ്ടാകും. ശബരിമലയിൽ അനുകൂല കാലാവസ്ഥയാണ് പ്രവചിച്ചിരിക്കുന്നത്. പമ്പ, നിലയ്ക്കൽ, സന്നിധാനം എന്നിവിടങ്ങളിൽ 23 വരെ അനുകൂല കാലാവസ്ഥ തന്നെയാണ്. ഈ പ്രദേശങ്ങളിൽ ആകാശം ഭാഗികമായി മേഘാവൃതം ആയിരിക്കും. എന്നാൽ തണുപ്പ് ഉണ്ടാകും. മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേക ജാഗ്രത നിർദ്ദേശം തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം, മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മേൽപ്പറഞ്ഞ തീയതികളിൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല. ജാഗ്രത നിർദ്ദേശങ്ങൾ ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ താഴെ പറയുന്ന മുൻകരുതൽ കാർമേഘം കണ്ട് തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല എന്നതിനാൽ തന്നെ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത് എന്നാണ് പ്രത്യേക അറിയിപ്പ് വരുന്നത്.